ഹായ് ഫ്രണ്ട്സ്, ഫാമിംഗ് ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചീര കൃഷി നമുക്ക് വീട്ടിൽ ചെയ്താൽ എങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചീര നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ്. ഈ ചീര കൃഷിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങുന്ന ഹൈബ്രിഡ് വിത്താണ്. ഈ വിത്തുകൾ പാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അതിനൊരുക്കുന്ന സ്ഥലം മണ്ണിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്തിട്ട് ഒരു 5 ദിവസത്തോളം ഫ്രീ ആയിട്ട് ഇടണം. അപ്പോൾ അതിന് ശേഷം നമ്മളതിലേക്ക് വളപ്പൊടി ചാണകപ്പൊടി ചേർത്തുകൊണ്ട് മണ്ണിന് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിടുക. അതിന് ശേഷം നമ്മൾ ഈ വിത്ത് പാകിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് കുറച്ച് ദിവസം 2-3 ദിവസമൊക്കെ വെള്ളം നനച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ചീരച്ചെടികൾ ചെറിയ ചെറിയ ചെടികളായിട്ട് ഇങ്ങനെ വളരുന്നത് കാണാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഒരു ചീരകൃഷി എന്ന് പറയുന്നത് നമുക്ക് ഏത് കാലാവസ്ഥയിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. വേനൽക്കാലത്തായിക്കോട്ടെ, നമുക്കൊരു പച്ച ഷെയ്ഡ് നെറ്റ് വാങ്ങി കെട്ടിയതിന് ശേഷം അതിനടിയിൽ ഇതുപോലെ മണ്ണിളക്കി വൃത്തിയായതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷി കൂടിയാണ് ചീരകൃഷി. അതുമാത്രമല്ല, നമുക്ക് ചീരയെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു ഇല കൂടിയാണ് ചീര. അപ്പോൾ ഈ ചെടികളിങ്ങനെ പാകി നിർത്തിയതിന് ശേഷം അതിന് വെള്ളമൊക്കെ കൊടുത്ത് ഒരാഴ്ച 2 ആഴ്ച കഴിയുന്നതോടുകൂടി അത് ഏറെക്കുറെ ചെടി നന്നായി വരാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് അതിൽ വാടി ചെടി വളഞ്ഞു പോകാനും ഒടിഞ്ഞു പോകാനുള്ള സാധ്യതകൾ നോക്കണം. അപ്പം അങ്ങനെ കുറച്ച് ചെടി ഒരു 4 ഇഞ്ച് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ഇടയിൽ നിന്ന് പറിച്ച് മാറ്റി നമുക്ക് വേറെ വയ്ക്കാവുന്നതാണ്. ഇതിൽ നിന്ന് പിരിഞ്ഞു വയ്ക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഇതുപോലെ നമ്മൾ മണ്ണിളക്കി മാറ്റി നിർത്തുക. എന്നിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് പിരിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇടയിൽ നിന്ന് ഒരുപാട് കൂടി കിടക്കുന്ന ഇടയിൽ നിന്ന് ഒരു 3-4 എണ്ണം പറിച്ചെടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ അവസ്ഥയിൽ നിന്ന് ചെടിയെ മാറ്റി പിരിച്ചു വയ്ക്കുമ്പോൾ അത് വാടിപ്പോവാനോ അങ്ങനെയുള്ള സാധ്യത ഒന്നുമില്ല. അപ്പോൾ വെള്ളം കൃത്യമായിട്ട് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പറിച്ചു വയ്ക്കുന്ന ചെടിയും നല്ല ഉഷാറോട് കൂടി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതല്ല, ഈ രീതിയിൽ വീട്ടിൽ ചെയ്യാൻ സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ വിത്ത് പാകിയെടുത്തതിന് ശേഷം അതിൽ ഓരോ ചെടികളോ 2 ചെടികളോ പറിച്ചെടുത്ത് നമുക്ക് ചെറിയ ചെറിയ പോട്ടുകളിലോ ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാവുന്നതാണ്. കാരണം ഒരു 4, 5, 6 മിനിമം അത്ര ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് ചെടികളാവും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് തളിർത്ത് വരാനുള്ളൊരു സമയമുണ്ട്. അത് ഇതിനേക്കാളും കൂടുതലായിട്ട് ഇതിൽ ഇലകൾ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ശിഖരങ്ങൾ വന്ന് അതിന്ന് സ്പ്ലിറ്റായിട്ട് പടർന്നുകൊണ്ടിരിക്കും. കാണുന്ന ഓരോരുത്തരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷമില്ലാത്തത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ അവനവൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ചെറിയ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത സംഭവം കഴിക്കാം. പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് എപ്പോഴെങ്കിലും ഒരു ചെടിയോ 2 ചെടിയോ വെച്ച് അവർ വീട്ടിലായാലും അതുപോലെ പൂന്തോട്ടങ്ങളായാലും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അത് ഈ കൃഷിയോടൊക്കെ ഉള്ളൊരു താല്പര്യത്തിൻ്റെ ഒരു ആവേശം കാരണമാണ് അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.